അങ്ങനെ ബിഗ് ബോസ് യുദ്ധഭൂമി ഉണർന്നിരിക്കുകയാണ്. ഇന്ന് പടയാളികൾക്കെല്ലാം ഒരു ഗെയിം കൊടുത്തു ബിഗ് ബോസ്. ബോൾ പറക്കൽ ഗെയിം. ചെളിയിൽ കിടക്കുന്ന ബോള് എടുത്തുകൊണ്ട് പോയി ബാസ്ക്കറ്റിലിട്ട് ഏറ്റവും കൂടുതൽ ആ ബാസ്ക്കറ്റിൽ ആരുടെ ബോളാണോ അവർ ആ വീടിന്റെ ക്യാപ്റ്റൻ ആവും, ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആവും. അങ്ങനെ യുദ്ധഭൂമിയിൽ പടയാളികളെല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്ത് പോയി ആ ബോൾ എടുക്കുക. റെഡ് ലൈറ്റ് വരുമ്പോൾ ആ ബോൾ എടുപ്പ് നിർത്തുക. ആ സമയത്ത് ആരൊക്കെ ചെളിയിലുണ്ടോ ബോൾ പറക്കാൻ പോയിട്ടുണ്ടോ അവരെല്ലാം ഔട്ട്. ഇതായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ ഗെയിം തുടങ്ങി. ഫസ്റ്റ് സെഷൻ എല്ലാ പടയാളികളും ഓടിപ്പോകുന്നു, എല്ലാവരും ചള്ളയിൽ പോകുന്നു, ബോൾ എടുക്കുന്നു, ഓടി വരുന്നു, ഇടുന്നു, പിന്നെയും ചള്ളയിൽ പോകുന്നു, ബോൾ എടുക്കുന്നു, ഓടി വരുന്നു, ഇടുന്നു. അങ്ങനെ എല്ലാവരുടെയും ബാസ്ക്കറ്റിലേക്ക് ബോളുകൾ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ ഗെയിം കഴിഞ്ഞു. കുറച്ചു നേരം എല്ലാവരും അവിടെ ഗെയിമിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് കുറെ നേരം ആലോചിച്ചിട്ട് ഒരൊറ്റ ചോദ്യം: ഇതെന്തോ കളിക്കുന്നേ നിങ്ങളൊക്കെ? ഗെയിമാണോ? വല്ലതും ശരിക്കും വായിച്ചു നോക്കിയോ? അങ്ങനെ അവരെല്ലാം കൂടെ മേലോട്ട് നോക്കി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ കളിച്ചത് ഗെയിം അല്ലേ? അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ശരിക്കും അത് വായിച്ചോ? ആ ചെളിയിൽ നിന്നും ബോൾ എടുക്കുമ്പോൾ ആ ചെളിയിൽ ആ റെഡ് ലൈറ്റ് കാണുമ്പോൾ ആരൊക്കെ നിൽക്കുന്നു അവരെല്ലാം പുറത്താണ്. എല്ലാവരും ബോൾ കൊണ്ട് ഇട്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീണ്ടും ഞങ്ങൾ ഈ കളിച്ചത് ഗെയിം ആയിരുന്നില്ല മനസ്സിലാക്കി അവർ ആ ചെളിയിലേക്ക് ബോൾ കൊണ്ടിടാൻ പോയി. അങ്ങനെ ഇട്ടപ്പോഴാണ് നമ്മുടെ ഝാൻസി റാണിയായത്. ജാസ്മീൻ ഒരു രഹസ്യം കണ്ടുപിടിച്ചു. നമ്മുടെ സിജോ ഇല്ലേ, സിജോയ്ക്ക് കിട്ടിയ ബോളൊക്കെ റോക്കിക്ക് കൊടുത്തു. ജാസ്മീൻ ഇത് നേരിട്ട് കണ്ടില്ല, പക്ഷെ ജാസ്മീൻ ഒരു ഹിന്റ് വഴി മനസ്സിലായി. അങ്ങനെ സിജോയോട് പോയി ചോദിക്കുന്നു, ജാസ്മീൻ നിങ്ങൾ കാണിച്ചത് ശരിയല്ല, നിങ്ങൾ എന്ത് ഗെയിമാണ്? നിങ്ങൾ ഗ്രൂപ്പ് ചേർന്നാണ് ഗെയിം കളിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ബോൾ കൊടുത്തില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന നമ്മുടെ രതീഷണ് അത് എവിടെ പോയാലും ചൊറിച്ചിലാണല്ലോ. ആരൊക്കെ ചുമ്മാ അവിടെ എവിടെ ഇരുന്നാലും അവിടെ എല്ലാം പോയി ചൊറിഞ്ഞിട്ട് അവിടെ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വന്നപ്പോൾ പോലുള്ള പണി. പക്ഷെ അത് നല്ലതാണ് ബിഗ് ബോസിന്. കണ്ടന്റ് നിങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രതീഷ് എവിടെയൊക്കെ ചൊറിയുന്നോ അവിടെ എല്ലാം കണ്ടന്റാ. അതിനുശേഷം രതീഷ് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെ കിട്ടി എന്ന് ആദ്യമൊന്നും രതീഷിന് മനസ്സിലായില്ല. രതീഷ് ജാസ്മിൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് രതീഷിന് മനസ്സിലായത് ജാസ്മീനും ഇത് കണ്ടിട്ടില്ല. പക്ഷെ ജാസ്മിന് ഹിന്റ് കിട്ടിയത് എവിടുന്ന? നോറയോട് സിജോ പറയുന്നുണ്ടായിരുന്നെന്ന്, നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, നീ വെളിയിൽ പറയണ്ട എന്ന് പറഞ്ഞു. ആ ഡയലോഗ് കേട്ട് അതിലൂടെയാണ് ജാസ്മീൻ പിടിച്ചത്. അങ്ങനെയാണ് ജാസ്മീൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ രതീഷണ്ണനും കൂട്ടരും അവിടെ ഇരുന്ന ബാക്കിയുള്ളവരെല്ലാം ഇവർക്കെതിരായി, സിജോയ്ക്കും റോക്കിക്കും എതിരായി. അപ്പൊ സിജോ പറയുന്നുണ്ട്, ഞാൻ ചെയ്തു. അതിനു മുമ്പൊരു ഫ്ലാഷ് ബാക്ക് അടിക്കുകയാണെങ്കിൽ ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഇത് വായിച്ചു കഴിഞ്ഞ് ഈ ഗെയിമിന്റെ റൂൾസ് എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സിജോയും റോക്കിയും എനിക്ക് തോന്നുന്നു ക്യാമറയുടെ മുന്നിലാണെന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം ഞങ്ങൾ ഇങ്ങനെ കളിക്കും എന്നും കണ്ട് പറയുന്നുണ്ട് അവിടെ പോയി നിന്നുകൊണ്ട്. അത് ചിലപ്പം എപ്പിസോഡിൽ കാണിക്കുമായിരിക്കാം. അതിനുശേഷം സിജോ പറയുന്നുണ്ട്, ഞാൻ കളിച്ചു, അത് എൻ്റെ ഇഷ്ടം, ഇത് മൈൻഡ് ഗെയിമാണ്, ഞാൻ കളിക്കും. ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഇന്ന ആൾക്ക് കൊടുക്കണ്ടെന്ന്, ഇന്ന ആൾ എടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും അവിടെ കിളി പോയത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ഗെയിമിൽ കൊണ്ടിടുമ്പം ഇവരെല്ലാരും കൊണ്ട് എടുത്തുകൊണ്ട് വരിക, അവിടെ നിൽക്കുക, എന്നിട്ട് അങ്ങോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുക, കാല് കഴുകുക, ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ അപ്പോഴും ബോൾ ഒരാളുടെ ബാസ്ക്കറ്റ് ഇരിപ്പുണ്ട്. വേറൊരു ഗെയിം നമുക്ക് നോക്കുവാണെങ്കിൽ വേറൊരു ഗെയിം ഉണ്ട് അവിടെ. ഈ പോയവരുടെ ബോൾ എടുക്കാം. പക്ഷെ ഇത് ആദ്യത്തെ ഗെയിം ആയതുകൊണ്ടായിരിക്കാം അവരാരും അതിന് ശ്രമിച്ചില്ല. പക്ഷെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അത് കൊടുക്കാം, ഞാൻ റോക്കിക്ക് തരാം എന്ന് സിജോ പറഞ്ഞു. അതിന് അവിടെ കടന്ന പുകില് പിന്നെ രതീഷ് ഏട്ടനെ പിടിച്ചാൽ കിട്ടത്തില്ല. രതീഷ് ഏട്ടൻ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു എവിടെയാണ് കണ്ടന്റ് കിട്ടുന്നതെന്ന്. അവിടെ കണ്ടന്റ് കിട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, അങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് ജാസ്മീനും, നിങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് കളിക്കാമല്ലോ, ഗ്രൂപ്പ് ചേർന്ന് കളിക്കണമെങ്കിൽ ഞങ്ങൾക്കും കളിക്കാമല്ലോ എന്ന്. അപ്പൊ സിജോ പറഞ്ഞു, നിങ്ങൾ കളിക്കേ, നിങ്ങൾ എന്തുകൊണ്ട് കളിക്കുന്നില്ല? അല്ലാതെ ഇവിടെ കളിക്കാനല്ലയോ വന്നത്, അത് ഏത് രീതിയിലും കളിക്കുക എന്നുള്ളതാണ് സിജോ പറയുന്നത്. ഇത് ആരുടെ ഭാഗത്താ ശരി, ആരുടെ ഭാഗത്താ തെറ്റുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് എന്താ ശരിയെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം അത് തെറ്റാണെന്ന് പറയും. ചിലപ്പോൾ എന്റെ തെറ്റ് നിങ്ങൾക്ക് ശരിയും നിങ്ങളുടെ ശരി എനിക്ക് തെറ്റുമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കമന്റ് ചെയ്യുക, അത് ആരാണ് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട്
മൈൻഡ് ഗെയിം കളിച്ചതെന്നും അവിടെ എന്താണ് സംഭവം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ അറിയിക്കുക. അതിനുശേഷം ഗബ്രിയേലും റോക്കിയും തമ്മിൽ ഒന്ന് ഉരസലുണ്ടാകുന്നത്. അവിടെയും നമ്മുടെ രതീഷ് അണ്ണനുണ്ട്. രതീഷ് അണ്ണനാണ് അവിടെ നിന്നുകൊണ്ട് ബൂസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്തുകൂടെ നീ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴും സിജോ അവിടെ ഉറച്ചു നിൽക്കുന്നു, റോക്കി ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് കളിച്ചതാണ്, നിങ്ങളും കളിച്ചോ, ഞങ്ങൾ കളിക്കും, ഞങ്ങൾ ഇനിയും കളിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് റോക്കിയുമായിട്ട് ഗബ്രിയേൽ ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും അതിൽ 1-2 വാക്കുകൾ ഇവരെല്ലാവരും, ഇതിലത് രതീഷ് അണ്ണനും അവിടെ ഉണ്ടായിരുന്ന സിജോയും എല്ലാവരും ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ഈ ആ സൗണ്ടിലങ്ങ് പോയി, അത് പോട്ടെ. അപ്പം അങ്ങനെ അവിടെ തർക്കം ഉണ്ടാകുന്നു. ഗബ്രിയേലിനടുത്ത് ഗബ്രിയേലിനെടുക്കെ റോക്കി പറഞ്ഞു, നിന്നെ മൂക്കാമ്പട്ട ഞാൻ അടിച്ചു കുറയ്ക്കുമെന്ന്. ആ പറഞ്ഞത് ഗബ്രിയേലിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആയിരുന്നു ഗബ്രിയേലിന്റെ കളി. അങ്ങനെ അവിടെ പ്രശ്നം രൂക്ഷമായപ്പോൾ സിജോയ്ക്കും റോക്കിക്കും അവിടെ എഗൈൻസ്റ്റായി ഒരുപാട് പേര്, അതിൽ മുക്കാഭാഗം പേരും. അപ്പോൾ അവരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് ആർക്കാ? ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് നമ്മുടെ ജിമ്മനണ്ണൻ ജിൻഡോയ്ക്ക്. എന്നാ പിന്നെ നമ്മുടെ കോയിനൊക്കെ നമ്മൾ ജിൻഡോയ്ക്ക് കൊടുക്കുന്നു, ജിൻഡോ ജയിപ്പിക്കുന്നു. അതായിരുന്നു അവരുടെ എല്ലാം പ്ലാൻ. അവർ അതിനുശേഷം ഗെയിം നടക്കുന്നു. ആ ഗെയിമിലും ഫാൾട്ട് വന്നു. എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് കൊടുത്ത ഗെയിമിലും ഓടിപ്പോയി ചള്ളക്കകത്ത് കയറാതെ റോക്കിയെ വെളിയിൽ നിർത്തിക്കൊണ്ട് സിജോ പോയി ബോൾ എടുക്കുന്നു. എന്നിട്ട് റോക്കി എടുത്ത് പറയുന്നുണ്ട്, നീ അകത്തോട്ട് കയറണ്ടെന്ന്. അപ്പൊ അകത്ത് കയറാതെ വെളിയിൽ നിന്നുകൊണ്ടാണ് ബോൾ എടുക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് പിന്നെയും ഇവരെ വഹിപ്പിച്ചു. ബിഗ് ബോസ് പറഞ്ഞ്, നടക്കത്തില്ല മോനെ, നിന്റെ ഒന്നും ഐഡിയ നടക്കത്തില്ല, വെളിയിൽ നിന്ന് ബോൾ എടുക്കാൻ പറ്റത്തില്ല, നീയൊക്കെ ചള്ളക്കകത്ത് പോയി നിന്നെടുത്താൽ മതി എന്ന്. അങ്ങനെ വീണ്ടും ഗെയിം റിപ്പീറ്റ്. അങ്ങനെ റിപ്പീറ്റ് അടിച്ച് അടുത്ത ഗെയിമിലേക്ക് പോകുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചള്ളയിലേക്ക് പോകുന്നു, ബോൾ എടുക്കുന്നു, ഓടി വരുന്നു. അങ്ങനെ ആ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ബോള് കയ്യിലുള്ളത് സിജോയ്ക്കും റോക്കിക്കും ഒരുമിച്ച് വയ്ക്കുമ്പോൾ, അങ്ങനെ റോക്കി ജയിക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. നമ്മുടെ ഭയങ്കര യുദ്ധമൊക്കെ ജയിച്ചു പോയി ആ യുദ്ധക്കളത്തിൽ പരിക്കു പറ്റിയ നമ്മുടെ ശ്രീലേഖ അവിടെ ഒരു ഭയങ്കരമായ മനസ്സ് കാണിച്ചു. നമ്മുടെ അർജുനില്ലേ, അർജുൻ അവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ് അർജുൻ പറഞ്ഞത്. അർജുനോട് പോയി ചോദിച്ചു, അർജുനെ നിന്റെ കോയിൻ നീ ജിൻഡോയ്ക്ക് കൊടുക്കാമോ? ജിൻഡോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ജിൻഡോ ക്യാപ്റ്റൻ ആവും എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ അവിടെ എല്ലാവരോടും പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന, ഞാൻ ഒറ്റയ്ക്കേ കളിക്കത്തുള്ളൂ, എനിക്ക് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ക്ലൈമാക്സിൽ നമ്മുടെ ശ്രീലേഖ മാഡം ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നിട്ട്, എൻ്റേതെല്ലാം ഞാൻ അർജുന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞു ശുഭം. അങ്ങനെ അർജുൻ അവിടെ വിജയിയായി. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ കളിക്കാൻ വന്നു എന്ന് ഡയലോഗ് അടിച്ച അർജുൻ, ഞാൻ ഒറ്റയ്ക്കേ കളിക്കത്തുള്ളൂ, ഞാൻ ആരുടെയും ഒന്നും സ്വീകരിക്കുന്നില്ല, ഞാൻ കൊടുക്കത്തുമില്ല എന്ന് പറഞ്ഞ അർജുൻ അത് സ്വീകരിച്ചു. അപ്പം അർജുൻ ഒറ്റയ്ക്കല്ല കളിച്ച് ജയിച്ചത്. ലോജിക്കായിട്ട് പറയുമ്പോൾ അർജുൻ ഒറ്റയ്ക്കല്ല കളിച്ച് ജയിച്ചത്. അർജുൻ ഒറ്റയ്ക്ക് കളിച്ചു, പക്ഷേ ജയിച്ചത് ശ്രീലേഖ കൊടുത്ത ആ ബോളിൽ. അപ്പം ഒറ്റയ്ക്ക് കളിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അതിനുശേഷം അവിടെയാണ് ട്വിസ്റ്റ്. ഗബ്രിയേലിന്റെ മൂക്കാമ്പട്ട അടിച്ചു പറിക്കുമെന്ന് പറഞ്ഞില്ലേ നമ്മുടെ റോക്കിയെ, അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഗബ്രിയേലിന്റെ പണിയായിരുന്നു. ഗബ്രിയേൽ എല്ലായിടത്തും പോയിട്ട് ചെറിയ ചെറിയ മരുന്ന് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അവൻ എൻ്റെ മൂക്കാമ്പട്ട അടിച്ചു പറിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അവനോട് അതേ ഉള്ള ദേഷ്യം, എനിക്കിവിടെ ഗ്രൂപ്പ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗബ്രിയേൽ അവിടെ എല്ലാം കിടന്ന്, നമ്മുടെ രതീഷ് അണ്ണൻ അവിടെ ചൊറിഞ്ഞാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഗബ്രിയേൽ അവിടെ സൈലന്റ് ആയിട്ടിരുന്ന് എല്ലാവരോടും പോയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുക. കണ്ടന്റ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഗബ്രിയേൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലർക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഫലവത്താവുന്നുണ്ട്. അവരെല്ലാം അങ്ങനെ സിജോയ്ക്കും റോക്കിക്കും എതിരാകുന്നു. ഇവരാരും വെളിയിൽ പറയുന്നില്ല. അപ്പോഴും അവിടെ പറയുന്ന ഒരു ഡയലോഗാണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ ആരും ഗ്രൂപ്പല്ല, ഞങ്ങൾ ഗ്രൂപ്പ് കളിക്കാനും വന്നതല്ല, ഞങ്ങൾ ഗ്രൂപ്പിൽ കളിക്കത്തുമില്ല. പക്ഷേ അവിടെ കൂട്ടത്തോടിരുന്ന് സംസാരിക്കുന്നതും അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ പറ്റി കുറ്റം പറയുന്നതും ഞങ്ങൾ ഒന്നാണ് എന്ന് പറയും. എന്താ വെച്ചാൽ നമ്മളെല്ലാം അത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിസം അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഗ്രൂപ്പിസം ഉണ്ടാകുന്നില്ലെന്ന് പറയേണ്ട. ഇപ്പൊ ഫസ്റ്റ് ദിവസമാണ്, നമുക്ക് മൊത്തം വിലയിരുത്താൻ പറ്റത്തില്ല. എന്നാലും ഇന്നത്തെ ഈ ടോട്ടൽ ഇതെടുത്ത് നോക്കിയാൽ അവിടെ ഗ്രൂപ്പിസം ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ അപ്പോഴും അവർ പറയുന്നത്, അങ്ങനെ സംസാരിക്കാൻ പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാ, നമ്മൾ ഇൻഡിവിജ്വലായിട്ടേ കളിക്കത്തുള്ളൂ. പക്ഷേ അവൻ ശരിയല്ല, നമുക്കേ
അതിന് പകരം നമുക്ക് ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ ഒന്നാമത്തേത് കഴിഞ്ഞതിലേ ഉള്ളൂ, കുറച്ച് അങ്ങോട്ട് പോരട്ടെ. അപ്പോൾ അവർ പറയുന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നു സിജോയും റോക്കിയും ഒരു ഗ്രൂപ്പായി. പക്ഷെ അവരും ഗ്രൂപ്പല്ല കളിക്കുന്നത്. ഇങ്ങനെ ഇവർ പറയുന്ന ലോജിക്ക് വെച്ച് നോക്കിയാൽ അവർ ഗ്രൂപ്പല്ല കളിക്കുന്നത്. സിജോ റോക്കിയോട് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡി. എന്നാൽ 7 ബെഡ്റൂം ഉണ്ടല്ലോ, 7 പേരെ സെലക്ട് ചെയ്ത് സിജോയ്ക്കും ഇത് വരും. പിന്നെ സിജോ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത് പവർ ആയിരിക്കും, ആ റൂമിന്റെ പവർ യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം സിജോ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി സിജോ അവിടെ ഗെയിം കളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗെയിം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാതിരുന്നപ്പം ഗ്രൂപ്പില്ല കേട്ടോ, ഗ്രൂപ്പിസമൊന്നും ഇല്ല, അത് വേറെ കാര്യം. നമ്മുടെ ശ്രീധുകൃഷ്ണൻ ഇല്ലേ, ശ്രീധുകൃഷ്ണൻ, ആ മലയാളവും തമിഴും കൂടെ ചേർത്ത് പറയുന്ന ആ കുട്ടി അവരിരുന്നോണ്ട് പറഞ്ഞു, ഞങ്ങൾ പ്ലാൻ ചെയ്തതേ ഇതൊന്നും അല്ലായിരുന്നു. ഈ ലേഡീസ് എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ലേഡീസിനെ ജയിപ്പിക്കുക. അതായത് ഞങ്ങൾ ലേഡീസ് ഒരു 7 പേര് പവറുള്ള റൂമിലേക്ക് പോകുന്നു. അപ്പൊ ലേഡീസ് ആയിരിക്കുമല്ലോ എല്ലാം. അൻസിബയോടൊക്കെ ആയി പറയുന്നത്. അൻസിബ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അൻസിബ ഇത് മൈൻഡ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അൻസിബ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ആയിരിക്കാം മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പൊ അവിടെയും അവരുടെ ഗെയിം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെയും ഞങ്ങൾ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയുള്ളൂ, ലേഡീസിനെയൊക്കെ. അങ്ങനെ ശ്രീധു കൃഷ്ണയും ശരണ്യ ആനന്ദും കൂടെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ശരണ്യ ആനന്ദ് പറയുന്നുണ്ട്, ഞങ്ങളത് വർക്കൗട്ടൊന്നും ആക്കിയില്ല, ഞങ്ങൾ ആരോടും പറഞ്ഞൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അവര് തമ്മിൽ ഡിസ്കഷൻ ഉണ്ട്, അവരൊരു ഗ്രൂപ്പാണോ ഇല്ലയോ എന്നൊക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവിടെ ബാത്റൂമിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ രേഖയില്ലേ, രേഖ ഈ നമ്മുടെ യുദ്ധഭൂമിയിൽ ജയിച്ചിട്ട് യുദ്ധഭൂമിയിൽ പരിക്ക് പറ്റി അവിടെ ഒരു സന്മനസ് കാണിച്ച ആ രേഖ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെയൊക്കെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നു, നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് എനിക്കത് ചെയ്തപ്പോൾ എനിക്കൊരു അപ്രിഷിയേറ്റ് എന്നെ ചെയ്തത്, അത് എനിക്ക് മെമ്മറബിൾ, മറക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെ ഒരു ധീരവനിത കൂടി ഉണ്ടായി. ആർക്കും ജാസ്മിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ എല്ലാം കൃത്യമായ മറുപടി കൊടുക്കാൻ, ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് മറുപടി പറയും. അതുപോലെ സിജോ അടുത്ത് മുട്ടി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ കണ്ടതിൽ ഇന്നത്തെ ഗെയിമിൽ അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ജാസ്മിൻ, സിജോ, റോക്കി, രതീഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഇന്ന് അവിടെ നടന്നത്. പക്ഷെ ഇതിലൊന്നും ആരും ഗ്രൂപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിസം ഉണ്ടെന്നോ അവിടെ ഗ്രൂപ്പ് ചേരുന്നുണ്ടോ എന്നും വിചാരിക്കരുത്.